ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഫുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി അതീവ രുചികരമായ പാൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. നമ്മൾ വിശേഷ അവസരങ്ങളിലൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭവമാണല്ലോ പാൽ പായസം. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് പായസത്തിനുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ട് എടുക്കാം. ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. അതുപോലെ ചില ആളുകൾക്ക് ചെറിയ പീസ് ആയിട്ടുള്ള അരികളാണ് ഇഷ്ടമുള്ളത്. നമ്മൾ നെയ്യിലൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഏകദേശം 4.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. കുക്കറിലല്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം നമുക്ക് വേണ്ടത്. അരി നല്ല രീതിയിൽ വെന്ത് വരണം. ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. മധുരം ചേർക്കുന്നതിന് മുമ്പ് തന്നെ അരിയുടെ വേവ് നല്ല രീതിയിലായി കിട്ടണം. മധുരം ചേർത്താൽ പിന്നെ അരി ഒട്ടും തന്നെ വേവുകയില്ല. നമ്മൾ 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് നല്ല രീതിയിൽ വേവിച്ചു. ഇനി അതിലോട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മൊത്തം നമ്മൾ 1.5 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാര ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴൊരു കാരമലൈസ്ഡ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പകരം നമുക്ക് നല്ല നിറമൊക്കെ കിട്ടാൻ വേണ്ടി പഞ്ചസാര കാരമലൈസ് ചെയ്തും നമുക്കിതിലോട്ട് ചേർക്കാം. പിന്നെ അതിലോട്ട് 50 ഗ്രാം ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് നല്ല രീതിയിൽ വരട്ടിയെടുക്കാം. ബട്ടറും പഞ്ചസാരയും എല്ലാം ചേർത്ത് വരട്ടിയെടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു രുചി ഉണ്ടാകുന്നുണ്ട്. പാലും പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിലുള്ള ഒരു മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. ഇനി ഇതെല്ലാം നന്നായി വന്ന ശേഷം നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള 1 ലിറ്റർ പാല് ചേർക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെയൊക്കെ ചേർക്കാം. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അവസാനം എല്ലാം കൂടി യോജിച്ച് നല്ല രീതിയിൽ കുറുകി വരും. പിന്നീട് നമുക്ക് കിസ്മിസ്, നട്ട്സും എല്ലാം നെയ്യിൽ വറുത്ത ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ കുറുകി നല്ല ടേസ്റ്റുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാർ ചെയ്യുക. പാത്രത്തിൻ്റെ സൈഡിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്ന നല്ല കാരമലൈസ്ഡ് ആയിട്ടുള്ള ആ ഭാഗം കൂടി നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു രുചിയാണ്. ഒത്തിരി പ്രയാസമൊന്നും കൂടാതെ തന്നെ വളരെ രുചികരമായിട്ടുള്ള പാൽ പായസം റെഡിയായി കിട്ടും. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.